നമുക്ക് അടുത്ത ഇതിൻ്റെ വേവ് ഫോം നോക്കാം. വേവ് ഫോം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. വേവ് ഫോമിൽ നമ്മൾ ആദ്യം ഇൻഡക്ടറിൻ്റെ കേസിലൊക്കെ വരച്ച പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം വോൾട്ടേജിൻ്റെ വേവ് ഫോം വരക്കാം. 0, π, 2π. പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡക്ടറിൻ്റെ കേസിൽ എന്തായിരുന്നു, വോൾട്ടേജ് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞ എന്താണ്, ആദ്യം കറണ്ട് പാസ് ചെയ്തതിന് ശേഷം പിന്നെയാണ് വോൾട്ടേജ് ഗ്രാജ്വലി അതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കുന്നത്, ഇതിനകത്ത് കപ്പാസിറ്ററിനകത്ത്. സോ ഫസ്റ്റ് 90 ഡിഗ്രി ലീഡിലാണ് നമ്മുടെ കറണ്ട് ഉള്ളത്. അപ്പോൾ നമുക്കൊരു അസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആക്സിൻ്റെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ചെറുതാക്കിയിട്ട് കറണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ എന്താണ്, വോൾട്ടേജ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതും 90 ഡിഗ്രി മാറിയിട്ടാണുള്ളത്. സോ ഇവിടുന്ന് നമ്മുടെ കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമുക്കിതിനെ ഒഴിവാക്കാം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. സോ 90 ഡിഗ്രി മുന്നേ നമ്മുടെ കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. π/2, 3π/2. ഇത് വോൾട്ടേജ്, ഇത് കറണ്ട് വേവ് ഫോം. ഈ ഒരു കറണ്ട് വേവ് ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതായിരിക്കും, അതെപ്പോഴും ഓർക്കുക. കറണ്ട് വേവ് ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏത് കേസിലാണെങ്കിലും അത് ചെറുതായിരിക്കും. നമ്മൾ വരക്കുന്നതിൽ ഇച്ചിരി ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വരക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്കാണത്. സോ 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ്. ഈ ഒരു കേസിനകത്ത് നമുക്ക് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന പറയും. നമുക്ക് ഫേസർ ഡയഗ്രാം നോക്കാം, എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരുന്നത് എന്നുള്ളത്. ഫേസർ ഡയഗ്രാം നമ്മൾ വരക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് വോൾട്ടേജിൻ്റെ വരച്ചേക്കാം. നമുക്ക് ഫസ്റ്റ് അറിയുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ω t, സോറി ഞാൻ ഇക്വേഷൻ എഴുതിയില്ല, V is equal to Vm sin omega t, I is equal to Im sin omega t plus 90. ഈ ഒരു കേസാണുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സൈൻ ഒമേഗ ടിയിൽ VM വരച്ചു. ഇതാണ് എൻ്റെ വോൾട്ടേജിൻ്റെ ഫേസർ ഡയഗ്രാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണ്, ഈ ഒരു സൈഡിലേക്കാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു കേസിൽ ഇൻഡക്ടറിൻ്റെ കേസിൽ നമ്മൾ ഇവിടെയായിരുന്നു വരച്ചിരിക്കുന്നത്. IM ഇവിടെയായിരുന്നു, കറണ്ടിൻ്റെ ഫേസർ ഡയഗ്രാം വരച്ച് ഇവിടെയായിരുന്നു. അതായത് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്ത് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കറണ്ട് പിന്നാലെ വരുന്നത്, ലാഗ് ചെയ്ത് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ കറണ്ടാണ് ഫസ്റ്റ് പോകുന്നത്. കറണ്ട് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മളെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. സോ നമുക്ക് ഇവിടെയും അതേ കേസിന് എടുക്കുകയാണെങ്കിൽ IM, അതായത് ഈ റൊട്ടേഷൻ ഈ ഒരു സൈഡിലേക്കാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ IM സ്റ്റാർട്ട് ചെയ്തിട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്ത്, അല്ലെങ്കിൽ π/2 ലാഗ് ചെയ്തിട്ടാണ് നമ്മുടെ വോൾട്ടേജ് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫേസർ ഡയഗ്രാം അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആക്സിസ് ഒക്കെ എങ്ങനെ വരുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ നോക്കേണ്ട, കാരണം ലെക്ചർ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ്റെ അകത്ത് ഫസ്റ്റ് കറണ്ട്, അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വോൾട്ടേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡക്ടറിൻ്റെ കേസിലാണ് എന്താണ്, വോൾട്ടേജ് കഴിഞ്ഞ് 90 ഡിഗ്രി ലാഗ് ചെയ്താണ് നമ്മൾ കറണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് പ്ലസ് 90 ഡിഗ്രി എന്നെടുക്കുന്നത്. ഒമേഗ ടിനെക്കാട്ടും 90 ഡിഗ്രി അഡ്വാൻസ് ആയിട്ടാണ് നമ്മുടെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് വോൾട്ടേജിനെക്കാട്ടും അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത്, നമുക്കിത് AC-യിലോ അല്ലെങ്കിൽ DC-യിലൊക്കെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ AC-യിലെ DC-യിലെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ള കേസാണ് നോക്കുന്നത്. അപ്പം നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിരുന്നു, IM is equal to C omega VM. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ മാക്സിമം വോൾട്ടേജ് വരുന്ന കണ്ടീഷൻ, മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്, ω t 1 ആകുന്ന കണ്ടീഷൻ. നമ്മളിവിടെ ഒരു cos ω t കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത്. അതിൽ cos ω t 1 ആകുന്ന കണ്ടീഷനാണ് മാക്സിമം കറണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് IM/VM is equal to C omega എന്ന് കണ്ടെത്തി. നമുക്ക് ഇതെന്തിനാണ് കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റീവ് ഒപ്പോസിഷൻ എന്താണെന്ന് കണ്ടെത്തണം. എന്താണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്? ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് ഒപ്പോസ് ചെയ്യുന്നത്.
റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ഒപ്പോസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. പക്ഷേ ഈ ഒരു കേസിനകത്ത് എന്താണ് ഒപ്പോസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് V/I = R റെസിസ്റ്റൻസിൻ്റെ ബേസിക് കണ്ടീഷൻ എടുത്തതിനകത്ത് നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് Im/Vm = C ഒമേഗ. പക്ഷേ ഇതെന്ത് ഈ ഒരു V/Iൻ്റെ ഫോമിലല്ലല്ലോ ഉള്ളത്. അപ്പോൾ നമ്മളിതിനെ മാറ്റി ചെയ്താൽ Vm/Im = 1/C ഒമേഗ. ഇതാണ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് നമ്മൾ എന്തിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നത്. കറണ്ട് റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ പറഞ്ഞ പോലെ റെസിസ്റ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്ററിൻ്റെ കേസിൽ ഇൻഡക്റ്റൻസോ ഒപ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒപ്പോസ് ചെയ്യുന്ന ഈ ഒരു പാരാമീറ്ററാണ് ഇതിൻ്റെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കേസിൽ ഒപ്പോസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ XC എന്ന് പറയുന്നത്. XC ആ ഒപ്പോസിഷൻ ഫോഴ്സിനെയാണ് നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് XC = 1/C ഒമേഗ. ഇതിൽ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും ഒമേഗ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ഇനി നമുക്ക് AC കേസിലും DC കേസിലും എന്തൊക്കെയാണെന്ന് നോക്കാം. AC കേസിൽ എടുക്കുകയാണെങ്കിൽ AC കേസിൽ നമുക്ക് ഫ്രീക്വൻസി അവിടെ ഉണ്ട്. എന്താണ് നമുക്കവിടെ ഇല്ലാത്തത്? DC കേസിലെ പോലെയല്ല, AC കേസിൽ നമുക്ക് ഫ്രീക്വൻസി അവിടെ ഉണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. XC = 1/C ഒമേഗ. അതായത് XC എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് ഇൻവേഴ്സായിട്ട് പ്രൊപ്പോസ്. അതായത് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ XC കുറയും, ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ XC കൂടും. നമ്മുടെ AC കേസിൽ എന്താണ്? ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് XC കുറവായിരിക്കും. AC കേസിൽ XC കുറവാണ്. XC എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒപ്പോസ് ചെയ്യാനുള്ളൊരു ഫോഴ്സാണ്. അപ്പോൾ ഒപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സ് കുറവാണ് AC കേസിൽ. സോ എന്താണ്? ആ ഒപ്പോസിഷൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ AC-നെ കപ്പാസിറ്റർ പാസ് ചെയ്യുന്നു. നമുക്ക് DC കേസ് എടുത്ത് നോക്കാം. DC കേസിൽ ഇത് തന്നെ, ഈ ഒരു കണ്ടീഷൻ തന്നെ XC proportional to 1/ω ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. DC കേസിൻ്റെ അകത്ത് ഒമേഗ 0 അല്ലെങ്കിൽ DC കേസിൻ്റെ അകത്ത് ഫ്രീക്വൻസി 0 ആണ്. ആ ഫ്രീക്വൻസി 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ XC കൂടുതലായിരിക്കും, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ XC കൂടുമ്പോൾ എന്താണ്? XC കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒപ്പോസിഷൻ ഫോഴ്സ് കൂടുതലാണ്. സോ നമ്മൾ DC-നെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് കപ്പാസിറ്റർ AC-നെ പാസ് ചെയ്യുന്നതും അല്ലെങ്കിൽ DC-നെ ബ്ലോക്ക് ചെയ്യുന്നതും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ XC ഇൻക്രീസ് ആണെന്നാണ്, അതുകൊണ്ടാണ് DC-നെ ബ്ലോക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക, ബൈഹാർട്ട് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സോ അപ്പോൾ നമ്മളിതിന് ഏകദേശം ഇതിൻ്റെ AC ത്രൂ പ്യുവർ കപ്പാസിറ്റി റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പവറും പവർ ഫാക്ടറും AC കണ്ടീഷനകത്തുള്ള പവറും പവർ ഫാക്ടറും കൂടി എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി പവർ ആൻഡ് പവർ ഫാക്ടർ ഓഫ് കപ്പാസിറ്റീവ് സർക്യൂട്ട് നോക്കാം. അപ്പോൾ പവർ ആൻഡ് പവർ ഫാക്ടർ കപ്പാസിറ്റി നമുക്ക് ആദ്യം വേവ് ഫോം നോക്കാം. പവറിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ വോൾട്ടേജ് വേവ് ഫോം, പിന്നെ ഒരു 90 ഡിഗ്രി കഴിഞ്ഞിട്ട് കറണ്ട് വേവ് ഫോം. ഇങ്ങനെയാണ് നമ്മൾ വോൾട്ടേജിൻ്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി പവറിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് നമുക്കറിയാം. P = VI ആണെന്നുള്ള കണ്ടീഷൻ അറിയാം. അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ഇത് വോൾട്ടേജാണ്, ഇത് കറണ്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ അത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് വോൾട്ടേജും കറണ്ടും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ കറണ്ട് നെഗറ്റീവ് അവസ്ഥയ്ക്കുള്ളത്, വോൾട്ടേജ് പോസിറ്റീവ് അവസ്ഥയ്ക്കുള്ളത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കറണ്ടിൻ്റെ വേവ് ഫോം വരക്കാം. ഈ ഒരു വേവ് ഫോം ഓരോ ക്വാർട്ടർ സൈക്കിളിലും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു സർക്യൂട്ട് വേവ് ഫോം കോംപ്ലിക്കേറ്റഡ് ചിന്തിക്കണം. നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ വരച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നമുക്ക് ഇന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓരോ വേവ് ഫോം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. വോൾട്ടേജ് വേവ് ഫോം വരച്ചു, 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ വേവ് ഫോം വരച്ചു, പിന്നെ അതിനുശേഷം പവറിൻ്റെ വേവ് ഫോം വരച്ചു. സോ ഈ ഒരു ഫസ്റ്റ് ആൾട്ടർനേഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ
രണ്ട് ഹാഫ് സൈക്കിൾ, സെയിം ആയിട്ടുള്ള രണ്ട് ഹാഫ് സൈക്കിൾ, പവറിൻ്റെ രണ്ട് ഹാഫ് സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വോൾട്ടേജ് ഇൻക്രീസിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ്, അതായത് കപ്പാസിറ്ററിനകത്ത് വോൾട്ടേജ് ഗ്രാജുവലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോൾട്ടേജ് ഗ്രാജുവലി ബിൽഡ് ചെയ്ത് മാക്സിമത്തിലെത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, കറണ്ട് പെട്ടെന്ന് 0 ആയിട്ട് കറണ്ട് നെഗറ്റീവിലേക്ക് പിന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് നെഗറ്റീവ് സൈക്കിളിലേക്ക് പോയിക്കൊണ്ട സമയത്ത് നമ്മൾ അതിനകത്ത് കപ്പാസിറ്ററിൽ ഒരു ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ച ചാർജ് പിന്നെ കപ്പാസിറ്റർ നെഗറ്റീവ് സൈക്കിളാണല്ലോ, അതായത് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം സപ്ലൈ കപ്പാസിറ്ററിലേക്ക് കൊടുത്തു, പിന്നെ കപ്പാസിറ്റർ നിറങ്ങുകയാണ്. സോ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡായിട്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ച ചാർജ് തിരിച്ച് സോഴ്സിലേക്ക് ഇറങ്ങും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കറണ്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ കേസ് നോക്കാം. വോൾട്ടേജിൻ്റെ കേസിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ കറണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കറണ്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ വോൾട്ടേജും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുക മാത്രമല്ല കറണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ളത്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്ത് പാരാമീറ്ററുള്ള സർക്യൂട്ടാണെങ്കിലും റെസിസ്റ്റൻസോ എങ്ങനെയുള്ള സർക്യൂട്ടാണെങ്കിലും ഇതൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് കറണ്ട് അങ്ങോട്ടേക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് കറണ്ട് തിരിച്ചുമാണ് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹാഫ് സൈക്കിൾ തന്നെ ഫസ്റ്റ് ഈ ക്വാർട്ടർ സൈക്കിളിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ്റെ അകത്ത് കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പാസിറ്ററിനെ വരക്കാം, ഡൗട്ട് തീരാതിരിക്കാം. അപ്പോൾ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യാണ്. പിന്നെ നമുക്ക് കറണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വെച്ചാൽ കറണ്ട് നമ്മുടെ സോഴ്സിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്. സോ അതിനകത്തുള്ള സ്റ്റോർ ചെയ്ത് വെച്ച മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ച് സോഴ്സിലേക്ക് റിട്ടേൺ ചെയ്യാണ്. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നത് ഒരു ഹാഫ് സൈക്കിളിനകത്ത് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേഷൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഈ പവർ വേവ് ഫോം ഈക്വലായിട്ട് ഈ പവർ വേവ് ഫോം രണ്ടിൻ്റെ അകത്തും ഈക്വലായിട്ട് വന്നിരിക്കുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഈക്വലാണ്, അതുപോലെ തന്നെ ഒരു ആൾട്ടർനേഷനിലാണ് അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൻ്റെ അകത്ത് നമുക്ക് പറയാം പവർ 0 ആയിരിക്കും. അതായത് പ്യുവർ കപ്പാസിറ്റീവിൻ്റെ കേസിൻ്റെ അകത്ത് സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗ്ലിജിബിൾ 0 തന്നെയാണെന്ന് പറയാം പ്യുവർ കപ്പാസിറ്റീവിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഡെഫിനിഷൻ നമ്മളോട് തന്നിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് 0 ആകുന്നതെന്ന് ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം P is equal to VI, V is equal to Vm sin omega t, I is equal to Im sin omega t plus 90 degree ആണെന്ന് പറയാം. അപ്പോൾ P is equal to VI, ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P is equal to Vm sin omega t Im sin omega t plus 90. Im നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയേഴ്സാണ് ഞാൻ ഇതിലും എടുക്കുന്നത്. sin omega t plus 90 Vm Im sin omega t plus 90 എന്നുള്ളത് നമ്മുടെ cos omega t ആയിരുന്നു നമ്മൾ മാറ്റി എഴുതിയത്. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് cos omega t നെയാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതിയത്, തിരിച്ച് നമ്മൾ cos omega t യിലേക്കാണ് മാറ്റി എഴുതുകയാണ്, cos omega t. സോ Vm Im sin omega t cos omega t, അല്ലെ sin തീറ്റ cos തീറ്റ എന്നുള്ളത് നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ തന്നെ 1/2 ഇൻറ്റു sin 2 omega t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സോ നമുക്കതിനെ Vm Im/2 ഇൻറ്റു sin 2 omega t. ഇതിൽ നമ്മൾ omega t എന്ന് പറഞ്ഞാൽ എത്രയാണ്, omega t is equal to 90 ഡിഗ്രിയാണ്. കാരണം പ്യുവർ കപ്പാസിറ്ററിൻ്റെ കേസിലും ലാഗോ ലീഡോ എന്ത് വന്നു കഴിഞ്ഞാലും ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. സോ sin 2 omega t എന്ന് വെച്ചാൽ sin 2 ഇൻറ്റു 90 sin 180 equal to 0. sin 180 equal 0. സോ ഈ ഒരു കണ്ടീഷനകത്ത് Vm Im/2 ഇൻറ്റു 0 is equal to 0. എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, പ്യുവർ കപ്പാസിറ്ററിൻ്റെ കേസിൻ്റെ അകത്ത് പവർ 0 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ കൂടി നോക്കാം. പവർ ഫാക്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ P is equal to VI cos theta. നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ പറഞ്ഞതേ സെയിം മെത്തേഡാണ് നമ്മൾ ഈ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പവർ ഫാക്ടർ എന്താണ്, പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു
കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. കോസ് 90 ഈസ് ഈക്വൽ ടു 0. സോ പവർ ഫാക്ടറും 0 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു പ്യുവർ കപ്പാസിറ്ററിൻ്റെ അകത്തും പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിലും പവറും പവർ ഫാക്ടറും 0 ആയിരിക്കും. പക്ഷേ ഒന്ന് ഓർക്കുക, റെസിസ്റ്റൻസിൻ്റെ കേസിൻ്റെ അകത്ത് ഈ പവറും പവർ ഫാക്ടറും അവിടെ ഒരു വാല്യൂ ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ ഒരു കോസ്, ഈ ഒരു കേസ് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ഒമേഗ ടി എന്ന വാല്യൂ അവിടെ ഇൻഫേസ് ആണ്. അതിൽ ചേഞ്ച് ചെയ്ത് 2 ഇൻഫേസ് ആണ്. പിന്നെ ഏതെങ്കിലും ഡിഫറൻസിൽ ആ ഒമേഗ ടിക്ക് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ആ ഒരു ഒമേഗ ടി എന്നൊരു വാല്യൂ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പവറിൻ്റെ അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൻ്റെ അകത്ത് എപ്പോഴും പ്യുവറിൻ്റെ കപ്പാസിറ്റിൻ്റെ അതിന് പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ 90 ഡിഗ്രി ലാഗ് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. സോ വാല്യൂ ഇട്ട് കഴിഞ്ഞാലും 0 തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ 2 കേസിൻ്റെ അകത്തും പവറും പവർ ഫാക്ടറും 0 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പവറിൻ്റെ വേവ് ഫോം ഒന്നും കാര്യമായിട്ട് പഠിക്കേണ്ട, എന്നിരുന്നാൽ പോലും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ അത് എലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സോ നമുക്കിനി അടുത്തത് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. 20 MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള കണ്ടീഷൻ കൂടി നോക്കാം. അപ്പം നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സബ് എഞ്ചിന് 2015 സബ് എഞ്ചിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ആൻ ഇൻഡക്ടർ ഇൻ DC സർക്യൂട്ട്. അതായത് DC സർക്യൂട്ടിലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും എന്നല്ല, 2πfL ആണോ, 0 ആണോ, ωL ആണോ, ഇൻഫിനിറ്റി ആണോ എന്നല്ല. അപ്പോൾ നമുക്ക് ഒരു കേസ് നോക്കാം. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് നോക്കാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും DC സർക്യൂട്ടുള്ള വ്യത്യാസം നോക്കാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈസ് ഈക്വൽ ടു L ഒമേഗ. XL ഈസ് ഈക്വൽ ടു L ഒമേഗയാണെന്ന് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. സോ ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ DC സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒമേഗ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ L ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻ DC സർക്യൂട്ട്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻഡക്ടർ പിന്നെ DC സർക്യൂട്ട് 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് PF, അതായത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് പവർ ഫാക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നമുക്കിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസർ ഡയഗ്രാം എടുക്കാം. ഫേസർ ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ പ്യുവർ കേസിൻ്റെ അകത്ത് ഒമേഗ ടി വോൾട്ടേജ്, കറണ്ട്, ഇങ്ങനെ നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചിരുന്നു. ഇതിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ എത്രയാണ്? 0 ആണ്. സോ നമ്മുടെ പവർ ഫാക്ടർ കോസ് തീറ്റ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫേസ് ആംഗിൾ 0 ആണ്. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണ്. സോ കോസ് 0 ഈക്വൽ ടു 1. സോ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും എന്ന കേസ് നമുക്ക് എത്താൻ പറ്റും. സോ എന്താണ് ഇതിൻ്റെ ആൻസർ? പവർ ഫാക്ടർ യൂണിറ്റി. ഈ ഒരു ക്വസ്റ്റ്യനും സബ് എഞ്ചിനെ 2015 ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ്, അതായത് തൊട്ട് മുന്നത്തെ എക്സാമിന് ചോദിച്ചാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വേറെതാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് L ഈസ് ഈക്വൽ ടു μ0 n² A/L. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, ഇങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊപ്പോർഷനാലിറ്റി നോക്കിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ ആക്കിയിട്ട് നിങ്ങളിപ്പോൾ ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല എളുപ്പമായിട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷനാലിറ്റി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രം ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. μ0 പെർമിബിലിറ്റി ആണ്, N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണ്, ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും L ഈസ് ഈക്വൽ ടു ലെങ്ത്തും ആണ്. ഇൻഡക്ടറിൻ്റെ എന്തൊക്കെ ക്യാരക്ടറിക്സ് ആണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഈസ് ഡബിൾഡ് ഈസ് ഇൻഡക്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷനാണ് അറിയേണ്ടത്. സോ ഇൻഡക്റ്റൻസ് ഞാൻ എല്ലും എടുക്കുകയാണ്, നമ്പർ ഓഫ് ടേൺസ് അതായത് n² എടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണല്ലോ. അപ്പോൾ ഇനി അടുത്ത കേസ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഈസ് ഡബിൾഡ്, അപ്പം ഈ ഒരു കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഡബിൾ ചെയ്യാൻ എന്താണ് സംഭവിക്കുന്നത്? ഇൻഡക്റ്റൻസ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസസ് 4 ടൈംസ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പം n² ഇല്ല, n മാത്രമാണെങ്കിൽ
നമുക്കറിയാം ഇൻക്രീസസ് 2 ടൈംസ് എന്നറിയാം. ഇപ്പോൾ n² ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻക്രീസസ് 4 ടൈംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കുറച്ച് ടഫായിട്ടുള്ള, അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസ് എഫക്ട്സ് ഡയറക്റ്റ് കറണ്ട് ഫ്ലോസ്, അതായത് ഇൻഡക്റ്റൻസ് ഡയറക്റ്റ് കറണ്ട് ഫ്ലോയിൽ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ DC പാസ് ചെയ്യും, AC കടത്തിവിടില്ല. എന്തുകൊണ്ടാണത്? AC അതിൻ്റെ സൈക്ലിക് ബിഹേവിയറാണ്. അത് അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ട് AC കേസിൽ. എന്ന് വെച്ചാൽ നമ്മളത് ഒരു പീരിയോഡിക്കലായിട്ട് നമ്മളെ വേവ് ചേഞ്ച് ചെയ്ത് വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ DC അങ്ങനത്തെ ഒരു വേവ് ചേഞ്ചിങ് ഒന്നും വരുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു വേവ് ചേഞ്ചിങ് വരുന്നുണ്ട്. ആ ഒരു വേവ് ചേഞ്ചിങ് എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ടേൺ ഓഫും ടേൺ ഓൺ ടൈമിലുമാണ് അങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ്, അതായത് ഇൻഡക്റ്റൻസ് എഫക്ട്സ് ഡയറക്റ്റ് കറണ്ട് ഫ്ലോസ് എവിടെയാണ് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു AC കേസിലാണെങ്കിൽ ഈ ഒരു സൈക്ലിക് ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് ഇൻഡക്ടർ അതിന് ഒപ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ DC കേസിൽ ഈ ഒരു സൈക്ലിക് ബിഹേവിയർ ഉണ്ടാവുന്നില്ല, പക്ഷേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സപ്പോസ് നമ്മൾ ഓൺ ആക്കുകയാണ്, DC ഓൺ ആകുന്ന തന്നെ പെട്ടെന്ന് ചാർജ് ഇൻക്രീസ് ചെയ്ത് പിന്നെ സ്റ്റഡി ആയിട്ട് പോകും. പിന്നെ നമ്മൾ ടേൺ ഓഫ് ചെയ്യുന്നതിന് പെട്ടെന്ന് ചാർജ്, അതായത് പെട്ടെന്ന് ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ചാർജ് ഡിസ്ചാർജ് ആകും. അപ്പോൾ ഈ ഒരു 2 പെർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ഒരു AC ബിഹേവിയർ കാണിക്കും. ഇത് നമ്മുടെ DC, അതായത് ടേൺ ഓൺ ചെയ്യുന്നതിനും ടേൺ ഓഫ് ചെയ്യുന്നതിനും ഒരു ത്രഷോൾഡ് ടൈം, ഒരു ത്രഷോൾഡ് പോലെ അവിടെ കാണിക്കും. പെട്ടെന്നുള്ളൊരു ചേഞ്ചിങ്, അതായത് വോൾട്ടേജിൽ പെട്ടെന്നൊരു ചേഞ്ചിങ് വരുത്തും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു AC ഒരു സൈക്ലിക് ബിഹേവിയർ ഈ DC കാണിക്കുന്ന 2 കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇൻഡക്റ്റൻസ് ഡയറക്റ്റ് കറണ്ട് ഫ്ലോനെ എഫക്റ്റ് ചെയ്യുന്നത്. എല്ലാ സമയത്തൊക്കെ പാസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി അറ്റ് ടൈം ഓഫ് ടേണിങ് ഓൺ ആൻഡ് ഓഫ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം, നമ്മളൊരു ഐഡിയ പരമായിട്ട് നമ്മൾ ചിന്തിക്കണം. ചുമ്മാ ഒരു ബ്ലണ്ടർ അടിച്ച് നമ്മൾ ആൻസേഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ AC എന്തുകൊണ്ടാണ് ആദ്യം ഡയറക്റ്റ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് AC ബ്ലോക്ക് ചെയ്യാത്തതിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ദ കപ്പാസിറ്റർ ഡസൻ അലോ സഡൻ ചേഞ്ച് ഇൻ. കപ്പാസിറ്റർ എന്തിനാണ് പെട്ടെന്നൊരു ചേഞ്ച് കാണിക്കാത്ത എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. കപ്പാസിറ്ററിന് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. CdV/dt എന്നുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ എടുത്തിരുന്നത് അവിടെ. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ കാണാം ഈ ഒരു V എന്ന് പറയുന്നത് സഡൻ ചേഞ്ചിന്. അപ്പോൾ ഈ ഒരു നമ്മൾ വോൾട്ടേജാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജിൻ്റെ അകത്തൊരു സഡൻ ചേഞ്ച് വേണമെങ്കിൽ, സഡൻ ചേഞ്ച് വോൾട്ടേജിനകത്ത് വരുത്തണമെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ട് കറണ്ട് വേണം. സഡൻ ചേഞ്ച് വോൾട്ടേജ് വരുത്തണമെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ട് കറണ്ട് വേണം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത്ര ഇൻഫിനിറ്റ് എമൗണ്ട് കറണ്ട് കിട്ടില്ല. പ്രാക്ടിക്കൽ കേസിലൊക്കെ ഒരു കപ്പാസിറ്ററിന് ഒരു ഡിസൈഡ് ടൈം കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് എന്താണെന്നൊക്കെയുള്ള. അപ്പം അത്ര ഒരു ഇൻഫിനിറ്റി കറണ്ട് നമുക്ക് പ്രാക്ടിക്കലായി കിട്ടില്ല. അതുകൊണ്ടാണ് കപ്പാസിറ്റർ സഡൻ ചേഞ്ച് വോൾട്ടേജിലാണ് സഡൻ ചേഞ്ച് കപ്പാസിറ്റർ നടത്താത്തത്. അപ്പം ആൻസർ വോൾട്ടേജാണ്. ഈ ഒരു ഇക്വേഷൻ വന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ടാണ്, കാരണം നമ്മൾ ഇതിനെപ്പറ്റി അധികം ചർച്ച ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി നമുക്ക് ഇനി അടുത്ത ഇലക്ട്രോണിക്സ് വരുന്ന സമയത്തൊക്കെ കപ്പാസിറ്ററും അതിൻ്റെ ബിഹേവിയറിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യനാണ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് എൻ ഇൻഡക്ടർ. അപ്പോൾ നമ്മൾ എനർജീൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടില്ല, അത് നമുക്ക് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കിയിട്ടില്ല. എന്നാലും ഓർത്ത് വെക്കുക, ഇതാണ് കറക്റ്റ് ആൻസർ. D ആണ്, ½LI². L എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്റ്റൻസും I = കറണ്ടും ആണ്. ഇതാണ് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ 212 മില്ലി ഹെൻറി ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ. വോൾട്ടേജിൻ്റെ എത്രയാണ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നിട്ടുണ്ട്. 15e⁻⁵t വോൾട്ടാണ്. കാൽക്കുലേറ്റ് ദ കറൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കൊരു ഇക്വേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ V = LdI/dt എന്നൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഐയുടെ ഇക്വേഷൻ മാത്രം എടുക്കണം. സോ ഞാൻ ഐക്ക് മാത്രം ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാണ്. V/L ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഒരു
ഇൻ്റഗ്രേഷൻ പാർട്ട് ഈ ഒരു ഡെറിവേഷൻ പറഞ്ഞ ഇൻ്റഗ്രേഷൻ പാർട്ടാക്കി മാറ്റുകയാണ് ഡി ടി. സോ ഐ ഈസ് ഈക്വൽ ടു 1/L പുറത്തെടുത്ത് ഇൻ്റഗ്രൽ ഓഫ് വി ടി ഡി ടി. ഇതിൽ T0 T1 എന്നൊരു കണ്ടീഷൻ ഉണ്ട്, പക്ഷേ നമുക്കിവിടെ ടൈം ലിമിറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 1/L നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൻറിയിലല്ല മില്ലി ഹെൻറിയിലാണ്. സോ 1/0.212 ഇൻ്റഗ്രൽ ഓഫ് വി ടി എത്രയാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട് 15 e⁻⁻5t. ഇത് നമുക്ക് 50 നമുക്ക് പുറത്തെടുക്കാം. 50/0.212 ഇൻ്റഗ്രൽ ഓഫ് e⁻⁻5t. e⁻⁻5t എന്ന് പറയുന്നത് 15/0.212 ഇൻറ്റു e⁻⁻5t ഡിവൈഡ് ബൈ 5 ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 14.15 e⁻⁻5t ആയിരിക്കും. ഇതിൽ നമ്മൾ ഇക്വേഷൻ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഇതിൻ്റെ ഐ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലേക്ക് നമ്മൾ ഇക്വേഷനെ മാറ്റി റീഅറേഞ്ച് ചെയ്തു. അതിൽ നമ്മൾ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്തെടുത്തേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് 14.15 e⁻⁻5t എന്നൊരു ആൻസർ കിട്ടുന്നത്. സോ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ഇൻഡക്ടർ വർക്ക്സ് ആസ് എ ഡാഷ് സർക്യൂട്ട് ഫോർ DC സപ്ലൈ. ഇൻഡക്ടർ DC-യിൽ എന്ത് ടൈപ്പ് സർക്യൂട്ടാണ് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടർ DC-നെ ഇൻഡക്ടർ അലോ ചെയ്യുകയാണോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണോ എന്നുള്ളത്. DC-യിൽ നമുക്കവിടെ എന്താണ് ഒരു AC-യെ പോലെ നമ്മുടെ സൈക്ലിക് ബിഹേവിയർ ഇല്ലാത്തത് കൊണ്ട് DC-നെ പാസ് ചെയ്യും, AC-നെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ DC-യെ പാസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയാലാണ് കറണ്ട് പാസ് ചെയ്യും. സോ DC-യിൽ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻസുലേറ്റിംഗ് മീഡിയം ബിറ്റ്വീൻ ദ ടു പ്ലേസ് ഓഫ് എ കപ്പാസിറ്റർ നോൺ ആസ്. അതായത് രണ്ട് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ വെക്കുന്ന ഇൻസുലേറ്റിംഗ് മീഡിയം എന്താണെന്നുള്ളതാണ്. ഇത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും, ഡൈഇലക്ട്രിക് ആണെന്നുള്ളത്. സോ ഓപ്ഷൻ ഡി ഡൈഇലക്ട്രിക് ആണ്. രണ്ട് പ്ലേറ്റിനിടയിൽ വെക്കുന്ന ഇൻസുലേറ്റിംഗ് മീഡിയം എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a resistor connected across a voltage source and the frequency of voltage and current waveform is 50 Hz. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം ഈസ് 50 Hz ആണ്. ഫ്രീക്വൻസി വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ വേവ് ഫോമിൻ്റെയും ഫ്രീക്വൻസി 50 Hz ആണ്. പിന്നെ വാട്ട്സ് ദ പവർ ഫ്രീക്വൻസി ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് P is equal to VMIM റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. VMIM sin square omega t എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തെടുത്തിരുന്നു. അപ്പോൾ VMIM by 2 into 1 minus cos 2 omega t. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്കോട്ട് പോയിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു കണ്ടീഷനകത്ത് പവറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒമേഗയാണ് നമ്മുടെ ഫ്രീക്വൻസി, ഇവിടെ കോസ് 2 ഒമേഗയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒമേഗേൻ്റെ 2 മടങ്ങാണ് നമ്മുടെ പവറിൻ്റെ അകത്ത് കിട്ടുന്ന ഫ്രീക്വൻസി. കാരണം നമ്മൾ വേറൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമ്മോട് ചോദിച്ച ഫ്രീക്വൻസിയാണ്. മാക്സിമം വോൾട്ടേജ് മാക്സിമം കറണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഈ 1 ഇത് അവോയ്ഡ് ചെയ്യാം, കോസ് എന്നുള്ള വാല്യൂ നമുക്ക് ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഈ ഒരു കേസിനകത്ത് 2 into ഒമേഗയാണ്, അതായത് ഫ്രീക്വൻസി ഡബിൾ ചെയ്യാണ്. ഫ്രീക്വൻസി ഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞ 50 Hz ആണ് ഫ്രീക്വൻസി, അതിൻ്റെ ഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 Hz ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പ്യുവർ ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ സോഴ്സ് ദ ആവറേജ് പവർ ടേക്കൺ ബൈ ദ ഇൻഡക്ടർ. അതായത് ഒരു പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസിൻ്റെ അകത്ത് ആവറേജ് പവർ കൺസ്യൂം ചെയ്യുന്ന സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന ആവറേജ് പവർ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 0 ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് പവർ 0 ആണെന്നുള്ളത്.
നമുക്കൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എ സിയുടെ കേസിൽ ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് പവർ 0 ആയിരിക്കും. സോ നമ്മൾ ആവറേജ് പവർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാഫ് സൈക്കിൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സോ ഇത് നമ്മളിപ്പം ഇൻഡക്ടറിൻ്റെ കേസിൽ ഹാഫ് സൈക്കിൾ എടുക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു ഹാഫ് സൈക്കിളിലത് നമ്മുടെ പവറിൻ്റെ നോക്കുകയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേഷൻ്റെ അകത്ത് തന്നെ പവറിന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും അറ്റ് എ ടൈം വരുന്നുണ്ട്. സോ അവിടെ ആ ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ പവർ കൺസ്യൂം ചെയ്യുന്ന 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 മെത്തേഡിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ 0 വാട്ട് ആയിരിക്കും. ആവറേജ് പവർ ടേക്കൺ ബൈ ഇൻഡക്ടർ ഈസ് 0 വാട്ട് ആയിരിക്കും. ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലാം ആവറേജ് പവർ എടുക്കുന്നത് 0 വാട്ട് ആയിരിക്കും. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് അപ്പോൾ നമുക്ക് അതിന് മുന്നിട്ട് ടൈം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പഠിക്കാം. ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈസ് ഈക്വൽ ടു L/R ആണ്. L ഈസ് ഈക്വൽ ടു ഇൻഡക്റ്റൻസും R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസുമാണ്. സോ ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈസ് ഈക്വൽ ടു L/R ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് നോക്കാം. അപ്പം ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഡിക്രീസ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഈ ടോ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും ടോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഫസ്റ്റ് കേസ് നോക്കാം. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇൻഡക്റ്റൻസ് ശരിയാണ്. ഡിക്രീസസ് ഓഫ് റെസിസ്റ്റൻസ് ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത കേസ് കൂടി നോക്കാം. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഇൻക്രീസ് ഓഫ് റെസിസ്റ്റൻസ് ഇല്ല, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഇൻക്രീസ് ഓഫ് റെസിസ്റ്റൻസ് ആ ഒരു കേസല്ല, നൺ ഓഫ് ദി അബോവ് അതുമല്ല. നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ സപ്ലൈ ഫ്രീക്വൻസി ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി. അപ്പം ഇൻഡക്റ്റൻസ് ഓഫ് കോയിലും നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഇത് കമ്പാരിസൺ നോക്കാം. നമുക്കറിയാം L ഒമേഗ അല്ലെങ്കിൽ ഇതൊരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് എല്ലും ഒമേഗയും. ഒമേഗ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്റ്റൻസ് കൂടും, ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്റ്റൻസ് കുറയും. സോ ഈ ഒരു കണ്ടീഷനകത്ത് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി. കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് സപ്ലൈ ഫ്രീക്വൻസി ആവുന്നല്ല, നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി, അതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇൻ ഹൈലി കപ്പാസിറ്റി സർക്യൂട്ട് അപ്പാരൻറ്റ് പവർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ പവർ, റിയാക്റ്റീവ് പവർ ഈസ് മോർ ദൻ അപ്പാരൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ അറിയുന്നതിന് മുന്നിട്ട് നമുക്ക് അപ്പാരൻറ്റ് പവർ ആക്ച്വൽ പവർ എന്താണെന്ന് നോക്കാം. നമുക്ക് പവർ ട്രയാങ്കിൾ എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ഒരു ട്രയാങ്കിൾ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റിയാക്റ്റീവ് പവർ. VI sin phi ആണ്. ആക്ച്വൽ പവർ ആക്ച്വൽ പവർ VI cos phi ആണ്. ഇതാണ് നമ്മൾ അപ്പാരൻറ്റ് പവർ VI. അപ്പോൾ ഇതിൽ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഹൈലി കപ്പാസിറ്റി സർക്യൂട്ട് കറക്റ്റ് ആൻസർ റിയാക്റ്റീവ് പവർ ഈസ് മോർ ദൻ ആക്ച്വൽ പവർ ആണ്. അത് എന്താണെന്ന് നോക്കാം. സാധാരണ ആക്ച്വൽ പവർ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തെറ്റാണെന്നായിരിക്കും. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഒരു കണ്ടീഷൻ വന്നിട്ട് ഹൈലി കപ്പാസിറ്റീവ് സർക്യൂട്ടാണല്ലോ. അപ്പോൾ ഹൈലി കപ്പാസിറ്റീവ് സർക്യൂട്ട് നമുക്ക് ആക്ച്വൽ പവർ നോക്കുകയാണ്, VI cos phi നോക്കുകയാണ്. ഹൈലി കപ്പാസിറ്റി സർക്യൂട്ടാണ്. സോ ഹൈലി കപ്പാസിറ്റി പ്യുവർ കപ്പാസിറ്റർ. ആ കണ്ടീഷനകത്ത് VI cos 90 ആയിരിക്കും. cos 90 0 ആയതുകൊണ്ട് ഇത് 0 ആയിരിക്കും. സോ നമുക്ക് റിയാക്റ്റീവ് പവർ നോക്കാം. റിയാക്റ്റീവ് പവർ ഈസ് ഈക്വൽ ടു VI sin 5 ആണ്. VI sin 90 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ VI. സോ ഇതിൽ കണ്ടീഷൻ നോക്കിയാൽ ആക്ച്വൽ പവറിനെക്കാട്ടും ഹൈ ആയിരിക്കും റിയാക്റ്റീവ് പവർ. എന്ത് കേസിൽ? ഇൻ ഹൈലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ. ആ ഒരു കേസ് നോക്കണം, ഇൻ ഹൈലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ. സോ റിയാക്റ്റീവ് പവർ ഈസ് മോർ ദാൻ ആക്ച്വൽ പവർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇഫ് ദ സപ്ലൈ ഫ്രീക്വൻസി ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ദ കറണ്ട് വിൽ ബി. അതായത് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്സിൻ്റെ അകത്ത് സപ്ലൈ ഫ്രീക്വൻസി റെഡ്യൂസ് കഴിഞ്ഞാൽ കറണ്ടിന് എന്ത് വ്യത്യാസം വരുത്തും? സോ ഈ ടൈമിൽ നമുക്ക് കറണ്ടും സപ്ലൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കണം. നമുക്ക് XC ഈസ് ഈക്വൽ ടു അറിയാം. XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ എന്നുള്ളത് നമുക്കറിയാം. XC വെച്ചാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് കപ്പാസിറ്റീവും ഫ്രീക്വൻസിക്കും. സോ ഈ XC എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു VM/R
IM, അതായത് V/I ആണ് R എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ സംഭവം തന്നെ ഒരു ഒപ്പോസിഷൻ ഫോഴ്സാണ് XC എന്ന് പറയുന്നത്. സോ XCനെ നമുക്ക് VM/IM എന്ന് ഡിനോട്ട് ചെയ്താൽ =1/C⍵. ഈ ഒരു കണ്ടീഷൻ അത് നമുക്ക് എന്താണ് നമ്മൾ ചോദിച്ചത്, കറണ്ടിൻ്റെ കേസാണ്. കറണ്ടും പിന്നെ ഫ്രീക്വൻസി, സപ്ലൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിവിടെ കറണ്ടും ഉണ്ട്, ഈ ഫ്രീക്വൻസി ഉണ്ട്. സോ ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റി മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ IM പ്രൊപ്പോർഷണൽ ടു C⍵, അല്ലെങ്കിൽ C നമുക്ക് നോക്കേണ്ട ആയിരിക്കും. ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ കറണ്ട് കൂടും, ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ കറണ്ട് കുറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി റെഡ്യൂസ്ഡ് ടു ഹാഫ്, അതായത് ഫ്രീക്വൻസി പകുതിയാക്കി കുറക്കുകയാണ്. അപ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അപ്പോൾ കറണ്ടും റെഡ്യൂസ്ഡ് ടു ഹാഫ് കറക്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, വേറെ സ്ക്വയറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സോ ഈ ഒരു ആൻസർ ആയിരിക്കും, ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ് നോക്കാം. എ കപ്പാസിറ്റർ എനർജൈസ്ഡ് ബൈ എ സിമെട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് സോഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ്. അതായത് ഒരു കപ്പാസിറ്റർ എനർജൈസ് ചെയ്യുകയാണ്, നമ്മൾ സ്ക്വയർ വേവ് ഉപയോഗിച്ച് കപ്പാസിറ്റർ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ച് നോക്കാം. ഇതിൽ നമുക്കറിയാം കപ്പാസിറ്റർ ഗ്രാജുവലി ഇൻക്രീസിങ്ങും ഗ്രാജുവലി ചാർജിങ്ങും ഗ്രാജുവലി ഡിസ്ചാർജിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി ചാർജിങ് കണ്ടീഷനാണ്. അപ്പോൾ കപ്പാസിറ്റർ ഗ്രാജുവലി ചാർജ് ചെയ്യാണ് ഈ ഒരു കണ്ടീഷൻ വരെ. ഈ ഒരു കണ്ടീഷൻ വരെ ചാർജ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ചാർജ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ വരെ ചാർജ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ഈ ഒരു കണ്ടീഷനിലേക്ക് ഡിസ്ചാർജ്, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണിച്ചാൽ ഡിസ്ചാർജ് ചെയ്യുന്നു. വീണ്ടും ഇവിടുന്ന് ഇൻക്രീസിങ് ആണ്, അതായത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കപ്പാസിറ്റർ. സോ വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പാസിറ്ററിനകത്ത്. സോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ട്രയാങ്കുലർ വേവ് ആയിരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എ പ്യുവർ കപ്പാസിറ്റൻസ് ഈസ് കണക്റ്റഡ് അക്രോസ് 50 Hz 230 വോൾട്ട് സപ്ലൈ കൺസ്യൂം 0.04 വാട്ട്. ദിസ് കൺസപ്ഷൻ ഈസ് ആട്രിബ്യൂട്ടഡ് ടു. അതായത് ഒരു കപ്പാസിറ്റർ 230 വോൾട്ട് സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അപ്പം 0.04 വാട്ട് ഒരു ഡ്രോപ്പ് കാണുന്നുണ്ട്. അത് എന്തിനാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓമിക് ലോസ് ഡ്യൂ ടു ഓമിക് റെസിസ്റ്റൻസ് ഓഫ് പ്ലേറ്റ്സ്, ലോസ് ഓഫ് എനർജി ഇൻ ഡൈഇലക്ട്രിക്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻ ഓംസ്, ബോത്ത് A and B. ഇതിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻ ഓംസിലല്ല പോകുന്നത്, കാരണം വെച്ചാൽ അതൊരു എഫക്റ്റീവ് ഒരു മെത്തേഡ്സ് അല്ല. ഇതിൽ ആ ഒരു പവർ ലോസ് വരുന്നത് ഓമിക് ലോസ് ഡ്യൂ ടു ഓമിക് റെസിസ്റ്റൻസ് ഓഫ് ദ പ്ലേറ്റ്സ് ആണ്. നമുക്കറിയാം പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയിലൊരു ഡൈഇലക്ട്രിക് ആണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓമിക് ലോസ്, ഈ ഒരു പ്ലേറ്റിന് ഒരു ഓമിക് റെസിസ്റ്റൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഒരു ഓമിക് ലോസ് ഉണ്ടാകുന്നത്. പിന്നെ പറയുന്നത് ലോസ് ഓഫ് എനർജി ഇൻ ഡൈഇലക്ട്രിക് അകത്തും ഒരു എനർജി ലോസ് ഉണ്ടായിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ബോത്ത് A and B ആയിരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഓൺലി ടേക്സ് പവർ ഫ്രം AC മെയിൻസ് വെൻ. അതായത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ് എപ്പോഴാണ് പവർ കൺസ്യൂം ചെയ്യുന്നത്? ബോത്ത് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻക്രീസസ്. അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബോത്ത് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് രണ്ടും ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അപ്ലൈഡ് വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് കറണ്ട് ഇൻക്രീസസ്, അപ്ലൈഡ് വോൾട്ടേജ് ഡിക്രീസസ് ബട്ട് കറണ്ട് ഇൻക്രീസസ്. ഈ ഒരു കണ്ടീഷൻ അത് നമ്മൾ നേരത്തെ നോക്കിയൊരു ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അപ്ലൈഡ് വോൾട്ടേജ് ഡിക്രീസസ് ബട്ട് കറണ്ട് ഇൻക്രീസസ്. ഈ ഒരു കണ്ടീഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം V = LdI/dt ആണ് ഇൻഡക്ടറിൻ്റെ കേസിൽ. ഇതിൽ പറയുന്നത് ഇൻഡക്ടറിൻ്റെ സഡൻ കറണ്ട് ചേഞ്ചിന് വേണമെങ്കിൽ ഇൻഫിനിറ്റി വോൾട്ടേജ് വേണം. അതായത് സഡൻ കറണ്ട് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഇൻഫിനിറ്റി വോൾട്ടേജ് മെയിൻസ് ഡ്രോ ചെയ്യണം. എന്നാൽ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂട്ടി ഒരു മാക്സിമം ഓപ്പോസിഷൻ നമ്മുടെ സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ഡിക്രീസസ് ബട്ട് കറണ്ട് ഇൻക്രീസസ്. കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക, അതായത് സഡൻ ചേഞ്ച് കറണ്ട് ഉണ്ടാകുമല്ല, കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓപ്പോസിഷൻ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ C ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സ്മോൾ കപ്പാസിറ്റൻസ് ഈസ് ആഡഡ് ടു ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു സ്മോൾ കപ്പാസിറ്റർ ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൻ്റെ നമുക്കൊരു ഫേസ് ഡയഗ്രാം വരച്ചു കൊടുക്കാം. ഇത് V ആണ്, I ആണ്, 90 ഡിഗ്രിയിലിരിക്കുകയാണ്.
അപ്പം ഈ ഒരു ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രി പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതിനാണ് ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അതിൻ്റെ അപ്പുറം ഇൻഡക്റ്റൻസ് പോകാൻ സാധ്യതയില്ല, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ് ആണ് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൻ്റെ അകത്ത് ഒരു സ്മോൾ കപ്പാസിറ്റൻസ് ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ലാഗിങ് എഫക്റ്റിൽ നിന്ന് കറണ്ട് ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, വോൾട്ടേജിനെ ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുതിയ കപ്പാസിറ്റർ കൊടുത്തിട്ട് പുതിയ ഒരു കറണ്ട് വരുന്നത് ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ലീഡ് ചെയ്യാൻ ടെൻഡൻസി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 90 ഡിഗ്രി കുറഞ്ഞ് 80 ഡിഗ്രി അങ്ങനെ ഡിഗ്രി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റയാണ്. കോസ് തീറ്റ 90 ആണെങ്കിൽ 0 ആണ്. അപ്പോൾ കോസ് ഇങ്ങനെ വാല്യൂസ് കുറഞ്ഞ് വരികയാണ്. കോസ് 0 1 ആണ്. അപ്പം ഈ വാല്യൂസ് കുറഞ്ഞ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ പറയുന്നത് പവർ ഫാക്ടർ, നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ പവർ ഫാക്ടർ വിൽ ഇൻക്രീസ്. അതായത് കോസ് 90 എന്ന് കോസ് 80, കോസ് 70, അങ്ങനെ കോസ് 0 എത്തണം. കോസ് 0 1 ആണ്. അപ്പം ആ ഒരു തീറ്റ ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് പവർ ഫാക്ടർ ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പവർ ഓഫ് എൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് യൂഷ്വലി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് എ കപ്പാസിറ്റർ ടു ഇൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പാരലാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തരാം ഇതെന്താണ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യാനുണ്ടാണെങ്കിൽ യൂഷ്വലി നമ്മൾ റിയാക്റ്റീവ് പവർ റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ റിയാക്റ്റീവ് പവർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡക്ടറിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഒരു റിയാക്റ്റീവ് പവർ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ റിയാക്റ്റീവ് പവർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ കപ്പാസിറ്റർ പാരലായി വെക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത കുറച്ച് ടോപ്പിക്സ് ഇക്വലൻറ്റ് സർക്യൂട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഏകദേശം ഇന്നത്തെ നമ്മുടെ എല്ലാ ടോപ്പിക്കും 20 MC പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ കറക്റ്റ് ആൻസർ തരുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമായ ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. പിന്നെ കൂടുതൽ ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിന് ഈ ഒരു വീഡിയോക്ക് അവസാനമായിട്ട് ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടുത്തൊരു എപ്പിസോഡ് കൂടെ നമുക്ക് ഏകദേശം IC ഫണ്ടമെൻറ്റൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്.